Hi all, welcome to English Insights with Husna. KAS, Kerala Administrative Service Preliminary Examination English ക്ലാസ്സസിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ബട്ടന്റെ വലതുവശത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 അപരന്മാരെ കുറിച്ചാണ്. അപരന്മാരെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വേഷത്തിൽ വന്ന് മറ്റൊരാളാണെന്ന് ധരിപ്പിക്കുന്ന ആളിനെയാണ് അപരൻ അല്ലെങ്കിൽ അപരന്മാർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർബ്സിന്റെ രൂപത്തിൽ വന്ന് വേർബ്സ് ആണെന്ന് നമ്മളെ ധരിപ്പിക്കുന്ന 3 ഐറ്റംസിനെ കുറിച്ചാണ്. വേർബൽസ് എന്നാണ് ഇവയെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേർബൽസിനെ കുറിച്ചാണ്. 3 വേർബൽസ് എന്ന് പറയുന്നത് gerund, 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 then participle, PARTICIPLE, and to infinitive. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടെ പറയാം. വേർബ്സിന്റെ രൂപത്തിൽ വന്ന് വേർബ്സ് ആണെന്ന് നമ്മളെ ധരിപ്പിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അത് വേർബ്സ് അല്ല. നമുക്ക് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. gerund. gerund എന്ന് പറയുന്നത് ING ഫോം ഓഫ് വേർബ് ആണ്. അതായത് വേർബിനോടൊപ്പം ING ചേർത്താണ് gerund ഉണ്ടാക്കുന്നത്. gerund എന്നത് ഒരു നൗൺ ആണ്. gerund എന്നത് ING ഫോം ഓഫ് വേർബ് ആണ്, അല്ലെങ്കിൽ ING ഫോം ഓഫ് വേർബ് ആണ് gerund എന്ന് പറയുന്നത്. gerund ഒരു നൗൺ ആണ്. നൗൺ വരുന്ന 4 പൊസിഷനുകളിൽ gerund വരാം. നൗൺ വരുന്ന 4 പൊസിഷനുകൾ: 1 സബ്ജക്ട് ഓഫ് എ സെന്റൻസ്, 2 ഒബ്ജക്ട് ഓഫ് എ സെന്റൻസ്, 3 ഒബ്ജക്ട് ഓഫ് ദ പ്രിപ്പോസിഷൻ, 4 സബ്ജക്ട് കോംപ്ലിമെന്റ്. ഈ 4 സാഹചര്യങ്ങളിലാണ് നൗൺ ഒരു സെന്റൻസിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോ വേർബ് പ്ലസ് ING ഫോം. ജെറണ്ട്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡാൻസിങ്, സ്വിമ്മിങ്, റീഡിങ്, റണ്ണിങ്, ഇതെല്ലാം ജെറണ്ട്സിന്റെ എക്സാമ്പിൾ ആണ്. കാരണം വേർബിനോടൊപ്പം ING ചേർക്കുന്നതിനെ നമ്മൾ gerund എന്ന് വിളിക്കുന്നു. gerund ഒരു നൗൺ ആണ്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു വേർബ് അല്ലെങ്കിൽ ING ഫോം ഓഫ് വേർബ് ഒരു സെന്റൻസിലെ മെയിൻ വേർബ് ആവണമെങ്കിൽ ആ മെയിൻ വേർബിന് മുമ്പ് അല്ലെങ്കിൽ ആ ING വേർബിന് മുൻപായിട്ട് ഒരു ഓക്സിലറി വേർബ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് എ പോയം. ഷീ ഈസ് റൈറ്റിംഗ് എ പോയം. ഈ സെന്റൻസിലെ റൈറ്റ് എന്ന വേർബിനോടൊപ്പം ING ഉണ്ട്. റൈറ്റിംഗ് എന്നത് ഒരു മെയിൻ വേർബാണ്. കാരണം റൈറ്റിംഗിന് മുന്നിലായിട്ട് ഈസ് എന്ന ഓക്സിലറി വേർബ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഷീ ഈസ് റൈറ്റിംഗ് എ പോയം എന്ന സെന്റൻസിൽ റൈറ്റിംഗ് എന്നത് മെയിൻ വേർബാണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ സെന്റൻസ് നോക്കാം. സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഈ സെന്റൻസിലെ വേർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. ഇവിടെ സ്വിമ്മിങ് SWIMMING എന്നത് ഒരു gerund ആണ്. കാരണം ഈ സെന്റൻസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് സ്വിമ്മിങ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വിമ്മിങ് എന്നത് ഒരു നൗൺ ആണ്. സോ സ്വിമ്മിങ് ഈസ് എ gerund. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഈ സെന്റൻസിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 2 വേർബ് ഉണ്ടെന്ന് തോന്നാം, സ്വിമ്മിങ്ങും ഈസ്. എന്നാൽ ഈസ് എന്നത് മാത്രമാണ് ഈ സെന്റൻസിലെ മെയിൻ വേർബ്. സ്വിമ്മിങ് എന്നതിന് മുൻപിലായിട്ട് ഓക്സിലറി വേർബ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ gerund എന്നാണ് വിളിക്കുക. മാത്രവുമല്ല സ്വിമ്മിങ് ഇവിടെ നൗണിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. സോ സ്വിമ്മിങ് ഈസ് എ gerund. ഇനി നമുക്ക് ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ട് എങ്ങനെയാണ് gerund വരുന്നത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഐ ലവ് സ്വിമ്മിങ്. ഐ ലവ് സ്വിമ്മിങ്. ഐ സബ്ജക്റ്റ് ആണ്, ലവ് മെയിൻ വേർബ് ആണ്. സ്വിമ്മിങ് എന്നത് ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. വേർബിനോട് വാട്ട് അല്ലെങ്കിൽ ഹൂം
എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റ്. ഐ ലവ് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് സ്വിമ്മിങ്. സോ ഈ സെന്റൻസിൽ സ്വിമ്മിങ് എന്നത് ലവ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ്. ഐ ലവ് സ്വിമ്മിങ്, സ്വിമ്മിങ് എന്നത് ഒരു ജെറണ്ട് ആണ്. ഇനി മൂന്നാമത്തെ പൊസിഷൻ ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻ, ഓൺ, ടു, ഫ്രം, വിത്ത്, ഇതെല്ലാമാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഒരു പ്രിപ്പോസിഷന് ശേഷം സ്വാഭാവികമായിട്ടും ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് us go for swimming. Let us go for swimming. ഈ സെന്റൻസിലും ഗോ എന്ന മെയിൻ വെർബ് ഉണ്ട്, അതിനുശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. ഈ ഫോർ എന്ന പ്രിപ്പോസിഷനോട് ഫോർ വാട്ട്, ലെറ്റ് us go for what എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്വിമ്മിങ് എന്ന് പറയുന്നത് ഫോർ എന്ന പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതും നൗണിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വിമ്മിങ് എന്നത് ഈ സെന്റൻസിലെ ജെറണ്ട് ആണ്. ഇനി നമുക്ക് ഫൈനൽ പൊസിഷൻ ഏതാണെന്ന് നോക്കാം. സബ്ജക്ട് കോംപ്ലിമെന്റ്. ഹർ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് സ്വിമ്മിങ്. ഹർ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് സ്വിമ്മിങ്. ഈ സെന്റൻസിലെ സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വാക്കിനെയാണ് സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹർ ഫസ്റ്റ് പ്രയോറിറ്റി എന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. സോ സ്വിമ്മിങ് ഇവിടെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ സ്വിമ്മിങ് ജെറണ്ട് ആണ്. ഈസ് എന്നത് ലിങ്കിങ് വെർബും ആണ്. അപ്പോ ജെറണ്ട്സ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. പാർട്ടിസിപ്പിൾ. പാർട്ടിസിപ്പിളും ING ഫോം ഓഫ് വെർബ് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവിന്റെ സ്ഥാനത്താണ്. അഡ്ജക്റ്റീവിന്റെ സ്ഥാനത്താണ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൗൺസിനെ ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നൗൺസിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരാനായിട്ടാണ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ്സിന് ശേഷം സാധാരണയായി ഒരു നൗൺ കാണാറുണ്ട്. ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടായിരിക്കണം അഡ്ജക്റ്റീവിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ഈ സെന്റൻസിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബാർക്കിംഗ് എന്ന വെർബും കാണാം, ബൈറ്റ് എന്ന വെർബും കാണാം. എന്നാൽ ഈ സെന്റൻസിൽ ആകെ ഒരു മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ, അതാണ് ബൈറ്റ്. അപ്പോ ബാർക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാർക്കിംഗ് എന്നത് ഒരു മെയിൻ വെർബ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതെങ്ങനെയാണ്? ബാർക്കിംഗ് എന്ന ING ഫോം ഓഫ് വെർബിന് മുന്നിലായിട്ട് ഒരു ഓക്സിലറി വെർബും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊരു മെയിൻ വെർബ് അല്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ബാർക്കിംഗ് എന്നത് ഇവിടെ നൗൺ ആയിട്ടാണോ അഡ്ജക്റ്റീവ് ആയിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ഇവിടെ തന്നിരിക്കുന്നത് ബാർക്കിംഗ് ഡോഗ്സ് എന്നാണ്. കുരയ്ക്കും പട്ടി എന്നാണ്. അപ്പോ കുരയ്ക്കുന്ന പട്ടി എന്ന് വരുമ്പോ ആ ഡോഗിന്റെ വിശേഷണം അല്ലെങ്കിൽ ആ ഡോഗിന്റെ അഡ്ജക്റ്റീവ് ആണ് ബാർക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പിൾ ആണ്. ബാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പിൾ ആണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സൽമാൻ shot a running deer. സൽമാൻ shot a running deer. ഈ സെന്റൻസിലും സൽമാൻ എന്നത് സബ്ജക്റ്റ് ആണ്, ഷോട്ട് എന്നത് വെർബ് ആണ്. സൽമാൻ ഷോട്ട് വാട്ട്? സൽമാൻ ഷോട്ട് എ ഡിയർ. ഒരു ഡിയറിനെയാണ് വെടിവെച്ചത്. ഇനി ആ ഡിയറിന്റെ വിശേഷണമാണ് റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പോൾ റണ്ണിങ് എന്ന് പറയുന്നത് ഈ സെന്റൻസിലെ ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് റണ്ണിങ് എന്നത് ഒരു പാർട്ടിസിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി ആർ പ്ലാനിങ് ടു വാച്ച് thundering waterfalls. We are planning to watch thundering waterfalls. ഈ സെന്റൻസിലും നമുക്ക് ഒരു വെർബ് മാത്രമേ കിട്ടുള്ളൂ. ആർ പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന ING വെർബിന് മുന്നിലായിട്ട് ആർ എന്ന ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് പ്ലാനിങ് എന്നത് ഈ സെന്റൻസിലെ മെയിൻ വെർബ് ആണ്. ഇനി നമുക്ക് ടു വാച്ച് ദ thundering waterfalls. ഇവിടെ ING ഫോമുള്ള മറ്റൊരു വാക്കും കൂടിയുണ്ട്, thundering. thundering waterfalls എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കമുള്ള വെള്ളച്ചാട്ടം എന്നാണ് അർത്ഥം. അപ്പോ വെള്ളച്ചാട്ടത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് thundering എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പൊ തണ്ടറിങ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, അതുകൊണ്ട് തണ്ടറിങ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് കാണും എന്ന് കരുതുന്നു. ഇനി മറ്റൊരു സെന്റൻസ് നോക്കാം. സാം ഈസ് വർക്കിംഗ് ഹാർഡ് ടു ട്രീറ്റ് ദ എയിലിംഗ് കിഡ്സ്. സാം ഈസ് വർക്കിംഗ് ഹാർഡ് ടു ട്രീറ്റ് ദ എയിലിംഗ് കിഡ്സ്. ഈ സെന്റൻസിൽ വർക്കിംഗ് എന്നത് മെയിൻ വെർബ് ആണ്, കാരണം ഈസ് എന്ന ഓക്സിലറി വെർബ് വർക്കിന് മുന്നിലായിട്ട് വരുന്നുണ്ട്. സോ വർക്കിംഗ് എന്നത് മെയിൻ വെർബ് ആണ്. ദെൻ ടു ട്രീറ്റ് ദ എയിലിംഗ് കിഡ്സ്. എയിലിംഗ് കിഡ്സ് എന്ന് പറഞ്ഞാൽ കിഡ്സിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എയിലിംഗ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എയിലിംഗ് എന്ന് വെച്ചാൽ വേദന അനുഭവപ്പെടുന്ന, അസുഖം ബാധിച്ച എന്നൊക്കെ അർത്ഥമുള്ളതാണ്. സോ കിഡ്സിന്റെ അഡ്ജക്റ്റീവ് ആണ് എയിലിംഗ് എന്ന് പറയുന്നത്. സോ എയിലിംഗ് എന്നത് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ഇത്രയാണ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ ജെറണ്ട്സും പാർട്ടിസിപ്പിളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാല് ടു TO2, ടുവിന് ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബ്. ടു റൈറ്റ്, ടു ഈറ്റ്, ടു റൺ, ടു സ്വിം, ടു റീഡ്, ഇതെല്ലാം ഇൻഫിനിറ്റീവ്സ് ആണ്. ഇൻഫിനിറ്റീവ്സ് നൗൺസ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇൻഫിനിറ്റീവ്സ് ഒരിക്കലും വേർബ്സ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇൻഫിനിറ്റീവ്സ് നൗൺസ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടു സ്വിം ഈസ് ഹെർ ഹോബി. ടു സ്വിം ഈസ് ഹെർ ഹോബി. ഈ സെന്റൻസിൽ ഹെർ ഹോബി എന്നത് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതാണ്. ഈസ് എന്നത് ലിങ്കിങ് വെർബ് ആണ്. ഇനി ബാക്കിയുള്ളത് സബ്ജക്റ്റ് മാത്രമാണ്. സോ ടു സ്വിം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എപ്പോഴും നൗൺ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ ടു സ്വിം എന്നത് നൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഐ ലവ് ടു സ്വിം. ഈ സെന്റൻസിൽ ഐ എന്നത് സബ്ജക്റ്റ് ആണ്, ലവ് എന്നത് വെർബ് ആണ്. ഐ ലവ് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ടു സ്വിം എന്നത്. അപ്പോൾ ഈ സെന്റൻസിലും ടു സ്വിം എന്നത് ഒരു നൗൺ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വേർബ്സിന്റെ രൂപത്തിൽ വരുന്ന 3 ലാംഗ്വേജ് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്പർ 1 ജെറണ്ട്, നമ്പർ 2 പാർട്ടിസിപ്പിൾ, നമ്പർ 3 ഇൻഫിനിറ്റീവ്സ്. ഇതിൽ ജെറണ്ടും പാർട്ടിസിപ്പിളും വേർബിനോടൊപ്പം ing ചേർത്തുണ്ടാക്കുന്നതാണ്. ജെറണ്ട് നൗൺ ആണ്, പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആണ്. ഇനി ജെറണ്ടും പാർട്ടിസിപ്പിളും മെയിൻ വേർബും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കാം. മെയിൻ വേർബ് ആണെങ്കിൽ, അതായത് ing ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ ing വേർബ് ആണെങ്കിൽ, അതൊരു മെയിൻ വേർബ് ആണെങ്കിൽ അതിന് മുന്നിലായിട്ട് ഒരു ഓക്സിലറി വേർബ് ഉണ്ടായിരിക്കും. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും. അതില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ജെറണ്ട് ആയിരിക്കും അല്ലെങ്കിൽ പാർട്ടിസിപ്പിൾ ആയിരിക്കും. ജെറണ്ട് ആണെങ്കിൽ നൗണിന്റെ സ്ഥാനത്ത്, പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അഡ്ജക്റ്റീവിന്റെ സ്ഥാനത്തും ആയിരിക്കും വരിക. നമ്മൾ മൂന്നാമതായി ഡിസ്കസ് ചെയ്തത് ഇൻഫിനിറ്റീവ്സിനെ കുറിച്ചാണ്. ഇൻഫിനിറ്റീവ്സ് എന്ന് വെച്ചാൽ 2 പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ്. ടു റൈറ്റ്, ടു റീഡ്, ടു സ്വിം, ടു ഈറ്റ്, ഇതൊക്കെയാണ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റീവ്സ് ആർ ബേസിക്കലി നൗൺസ് ആണ്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമ്മൾ പാർട്ടിസിപ്പിൾസും ജെറണ്ട്സും ഒക്കെ ആവശ്യം വരുന്നത് സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴും അതിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴുമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ എന്നുള്ള രീതിയിൽ ജെറണ്ടും പാർട്ടിസിപ്പിളും ഇൻഫിനിറ്റീവ്സും എടുത്തത്. അതായത് നമ്മളൊരു ക്ലോസിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലോസിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അതിൽ എത്ര വേർബ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് വേർബും വേർബൽസും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ എത്ര വേർബ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ സസൂക്ഷ്മം എല്ലാവരും വാച്ച് ചെയ്യാം. അടുത്ത ആഴ്ച അടുത്ത വീഡിയോയുമായി കാണാം. ടിൽ ദെൻ, ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.